നമസ്കാരം. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതേതുമായിക്കൊള്ളട്ടെ, ആ തെരഞ്ഞെടുപ്പെല്ലാം തീർത്തും ജനാധിപത്യപരമാണ്. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ആധിപത്യമുള്ള രീതിയിൽ തന്നെ ആയിരിക്കണം. അവിടെ സ്വാധീനങ്ങൾ പാടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അവിടെ അതോടൊപ്പം തന്നെ അതൊരു സെക്കുലറിസ്റ്റിക് മനോഭാവത്തോടു കൂടി, മതേതര ഭാവത്തോടു കൂടി ഉള്ളതുകൂടി ആവണം. അതാണ് എപ്പോഴും ഒരു ജനാധിപത്യത്തെ അതിൻ്റെ പൂർണ്ണ അർത്ഥത്തിൽ ശോഭിപ്പിച്ച് നമ്മുടെ മുന്നിൽ നിർത്തിത്തരുന്നത്. എന്നാൽ ഇതിന് ഘടകവിരുദ്ധമായി BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി, അത് നയിക്കുന്ന NDA എന്ന് പറയുന്ന മുന്നണി, അത് നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ രാജ്യത്തും മതചിഹ്നങ്ങൾ കൊണ്ടും അതോടൊപ്പം തന്നെ ചില വശീകരണ തന്ത്രങ്ങൾ കൊണ്ടും വോട്ട് പിടിച്ചുകൊണ്ട് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യ മതേതര ക്രമത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാലാകാലങ്ങളായി BJP അധികാരത്തിൽ കയറിയ കാലം മുതൽ ഇതുവരെ എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി മൂന്നാം വട്ടവും നമ്മുടെ രാജ്യം ഭരിക്കാൻ വേണ്ടി BJP തയ്യാറായി, അല്ലെങ്കിൽ BJP ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ കക്ഷി അധികാരത്തിലേക്ക് കയറുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നമ്മുടെ നാടിൻ്റെ പട്ടിണി ആയിരുന്നില്ല, നമ്മുടെ രാജ്യത്തിൻ്റെ സർവ്വതോന്മുഖമായ വികസനമായിരുന്നില്ല, മറിച്ച് അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. എന്നാൽ രാമക്ഷേത്രം നിർമ്മിച്ചത് കുറേയധികം BJPക്കാർക്കും RSSകാർക്കും കാശുണ്ടാക്കാൻ വേണ്ടി, കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടായിരുന്നു എന്നുള്ള കാര്യം പിന്നീട് ഇപ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലായി. ഇവിടേക്ക് നോക്കിക്കോളൂ. നമ്മുടെ കേരളത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് പ്രസംഗിക്കുമ്പോഴും നരേന്ദ്രമോദിക്ക് സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ച് മാത്രമേ പ്രസംഗിക്കാൻ കഴിയുള്ളൂ. കാരണം ഇവിടെ ഏറ്റവും അധികം ഒരു വിദ്വേഷം ജനിപ്പിക്കാൻ കഴിയുന്നതും ഏറ്റവും അധികം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്നതുമായ ഒരേ ഒരു ദൈവമുണ്ടെങ്കിൽ ആ ദൈവം എപ്പോഴും നമ്മുടെ ശബരിമല ശ്രീ ധർമ്മശാസ്താവായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് 2018 ശേഷം ഇവിടെ കേരളത്തിലേക്ക് എത്തുന്ന ഏതൊരു കേന്ദ്ര നേതാവും ശബരിമലയെ ചുറ്റിപ്പറ്റി സംസാരിച്ചിരിക്കും. ഇവിടെ രാഹുൽ ഗാന്ധി വന്നിരുന്നാലും ശരി, ഇവിടേക്ക് നമ്മുടെ പ്രധാനമന്ത്രി വന്നിരുന്നാലും, ഇനി ഏത് കേന്ദ്ര നേതാവ് വന്നാലും അവരുടെ എല്ലാം മുഖ്യ വിഷയം ശബരിമലയിലെ കാര്യങ്ങളും അതുപോലെ ഭക്തരും വിശ്വാസവും ഒക്കെ തന്നെയാണ്. ആ രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, AIYFന്റെ ഒരു നേതാവായിരുന്ന AS ബിനോയ് എന്ന് പറയുന്ന ഒരാൾ 2024 ജൂലൈ മാസത്തിൽ ഒരു കേസ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നു. ആ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് നമുക്കറിയാം. എന്തായിരുന്നു? സുരേഷ് ഗോപി, നടനായിരുന്ന BJP നേതാവായിരുന്ന രാജ്യസഭാ MP ആയിരുന്ന സുരേഷ് ഗോപി എന്ന് പറയുന്ന നേതാവ് തൃശ്ശൂരിൽ മത്സരിക്കുമ്പോൾ മതചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരായി ഏറ്റവും കൂടുതലായി അദ്ദേഹം പരാതിയായി ഉയർത്തിയിരുന്നത്. ഹൈക്കോടതിയിൽ കേസ് പോകുന്നു. ഹൈക്കോടതിയിൽ കേസ് പോയ സാഹചര്യത്തിൽ ഹൈക്കോടതി പറയുന്നു ഇത് ശരിയാണ് എന്നുള്ള രീതിയിൽ അതിനെ ശരിവെക്കുന്ന നടപടിയിലേക്ക് പോകുന്നു. അതുകൊണ്ട് ഈ പറയുന്ന ബിനോയ് പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് റദ്ദു ചെയ്യുക എന്നുള്ളതായിരുന്നു ആവശ്യം. അപ്പോൾ അങ്ങനെ ഒരു കേസ് വരുന്നു. വീണ്ടും സുരേഷ് ഗോപി നേരെ അപ്പീലുമായി സുപ്രീം കോടതിയിലേക്ക് പോകുന്നു. ഇപ്പോൾ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നു കൂടുതൽ വിശദമായ വിവരങ്ങൾ ആരായുന്നതിന് വേണ്ടിയിട്ട്. ആ ബിനോയിയെ പോലും നോട്ടീസ് അയക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിരിക്കുന്നു. കാര്യം ബിനോയ് ആണല്ലോ ആവലാതിക്കാരൻ, അന്യായക്കാരൻ. അപ്പോൾ തീർച്ചയായും ബിനോയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ആരായും. അതോടൊപ്പം തന്നെ പണം നൽകി പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചു. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് തൃശ്ശൂർ എന്ന് പറയുന്ന മണ്ഡലം, ആ മണ്ഡലത്തിൽ സുരേഷ് ഗോപി നടത്തിയിട്ടുള്ള ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയെ നടത്താൻ പാടില്ലാത്ത വിധമുള്ള എല്ലാ തരത്തിലുമുള്ള മതചിഹ്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു യാത്ര നമുക്ക് കാണാൻ സാധിക്കും. അത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണോ അദ്ദേഹത്തിൻ്റെ ഗുണമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈന്ദവവൽക്കരണം അല്ലെങ്കിൽ ഹിന്ദു വിശ്വാസികളെ പ്രീണിപ്പെടുത്തി വോട്ട് നേടുക. നമുക്കറിയാം, ലൂർദ് മാതാവിൻ്റെ മുന്നിൽ പോയി അവിടെ പോയി കിരീടം സമർപ്പിച്ചു, മറ്റൊരു പള്ളിയിൽ പോയി മുട്ടിലിഴഞ്ഞു. ഇതൊക്കെ കാണിക്കുന്നത് എന്തിനാണ്? ശരിക്കും സുരേഷ് ഗോപിക്ക് അങ്ങനെ ഒരു വിശ്വാസമുണ്ടോ? ഇല്ല. വേറൊരു കാര്യം അവിടെയുണ്ട്. പിന്നെ വീട്ടുകാർ പോലും, അല്ലെങ്കിൽ ഫ്ലാറ്റിൽ താമസിക്കുന്നവർ പോലും അറിയാതെ ഒരു ഫ്ലാറ്റിൽ 11ഓളം വരുന്ന വോട്ട്, അല്ലെങ്കിൽ നിരവധി വോട്ടുകൾ അന്യായമായി ചേർത്ത ഒരാൾ കൂടിയാണ് BJPയിലെ ഈ ഒരു സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ. ഇതെല്ലാം നമ്മുടെ ജനാധിപത്യ ക്രമത്തെ അട്ടിമറിക്കുന്ന ഒന്നാണ്. ഏറ്റവും ഒടുവിൽ അവിടുത്തെ ചുമതലയുണ്ടായിരുന്ന കൊടുങ്ങല്ലൂരിൽ നിന്ന് മത്സരിച്ച, ഗുരുവായൂരിൽ നിന്ന് മത്സരിച്ച അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ പറഞ്ഞു. ആ ഗോപാലകൃഷ്ണൻ പറഞ്ഞെന്താ? ഞങ്ങൾ വോട്ട് ചേർക്കും, ഇനിയും ചേർക്കും, പലപ്പോഴും ചേർത്തുകൊണ്ടേയിരിക്കും എന്ന് പച്ചയ്ക്ക് വെല്ലുവിളിക്കാൻ വരെ ഒരു BJP നേതാവിന് ധൈര്യമുണ്ടായി. അതൊക്കെ അവിടെ നിൽക്കട്ടെ.
പണം നൽകി വശീകരിക്കാൻ ശ്രമിക്കുന്നു സുരേഷ് ഗോപി, ശരിയല്ലേ? ഇവിടെ നമുക്കറിയാം, ഒരു രാജാവിനെ പോലെ തൻ്റെ വെൽഫെയർ കാറിനുള്ളിൽ ഇരുന്നു കൊണ്ട് നീട്ടിയ കാലെടുത്ത് പുറത്തേക്കിട്ട് അവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന പാവപ്പെട്ട നിരവധി കുട്ടികളെ അവിടെ നിർത്തി ഓരോ രൂപയാണോ 10 രൂപയാണോ എന്താണെന്നറിയില്ല, എത്രയോ തുക അവരുടെ ഒരു കോയിൻ അവരുടെ കയ്യിലേക്ക് വെച്ചു കൊടുക്കുന്നു, കാല് നീട്ടിയിരിക്കുന്നു, അവരെ കൊണ്ട് കാലിൽ തൊട്ട് നമസ്കരിപ്പിക്കുന്നു. സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു മഹാനായ രാഷ്ട്രീയ നേതാവ് കേരളത്തിൽ കാണിച്ചു കൂട്ടിയ ഭോഷ്കത്തരങ്ങളാണ് ഇതെല്ലാം. ഈ സുരേഷ് ഗോപിക്കെതിരായിട്ടാണ് AS ബിനോയ് എന്ന് പറയുന്ന ആള് ഇത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സുരേഷ് ഗോപി കൊടുത്തത് എന്താ? ഹർജി തള്ളിക്കളയണം. അതായത് ബിനോയ് നൽകിയിരിക്കുന്ന ഹർജി സുപ്രീം കോടതി തള്ളിക്കളയണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്കറിയാം, ഈ സുരേഷ് ഗോപി നേരത്തെ ഹൈക്കോടതിയിലേക്ക് കൊടുത്തിരുന്നു. അപ്പം ഹൈക്കോടതിയോടും സുരേഷ് ഗോപി പറഞ്ഞ പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തള്ളിക്കളയണം എന്നുള്ളതാണ് സുരേഷ് ഗോപി അവർക്ക് കൊടുത്തിരുന്ന നിർദ്ദേശം. അതായത് ഹൈക്കോടതിയിൽ മുന്നിൽ പറഞ്ഞിരുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതാ, പ്രാഥമിക ഇതിൽ തന്നെ തള്ളിക്കളയണം. പക്ഷേ ഹൈക്കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു. ഏറ്റവും ഒടുവിൽ ആവലാധിക്കാരനെതിരെ അനുകൂലമായിട്ട് വിധി വരുന്നു. ആ വിധിക്കെതിരായി സുപ്രീം കോടതിയിലേക്ക് പോകുന്ന ഒരു സമീപനമുണ്ട്. ഇപ്പം നിലവിൽ സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ആ കേസ് ഇരിക്കുന്നു. ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നമുക്ക് നോക്കിയ ജസ്റ്റിസുമാരായ PS നരസിംഹയും അലോക് ആരാധെ എന്നീ 2 ജസ്റ്റിസുമാരാണ് ഈ കേസ് കേട്ടത്. അവരുടെ നിർദ്ദേശപ്രകാരമാണ് ഇപ്പം നോട്ടീസ് അയക്കാൻ പോകുന്നു. സുരേഷ് ഗോപിക്കും നോട്ടീസുണ്ട്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ ആരായുക എന്നുള്ളതാണ്. അതായത് ജനപ്രാതിനിധ്യ നിയമം 123-ാം വകുപ്പിൻ്റെ പച്ചയായ ലംഘനമാണ് നടന്നിരിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ ബിനോയ് ഇത് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, പണം കൊടുത്ത് വോട്ട് മേടിക്കാൻ പാടില്ല എന്ന് ജനപ്രാതിനിധ്യ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ നിയമത്തിൻ്റെ പച്ചയായ നഗ്നമായ ലംഘനം നമുക്ക് സുരേഷ് ഗോപിയുടെ പ്രവൃത്തിയിൽ കാണാം. മതചിഹ്നങ്ങൾ പ്രദർശിപ്പിക്കാൻ പാടില്ല, മതചിഹ്നങ്ങൾ പ്രദർശിപ്പിച്ചു. നമുക്ക് ഇതിനു മുൻപ് തൃപ്പൂണിത്തുറ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാബു എന്താണ് ചെയ്തതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പം എവിടെയാണോ ഒരു വിശ്വാസ സംരക്ഷണത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസം എന്ന് പറയുന്ന ഒന്നിനെ ഊട്ടിയുറപ്പിക്കാൻ കഴിയുന്നത്, വിശ്വാസത്തിൻ്റെ പേരിൽ വോട്ട് തട്ടാൻ കഴിയുന്നത് എങ്ങനെയാണ് തുടങ്ങിയ, അതായത് നമ്മുടെ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു വികാരമുണ്ട്. ആ ഹിന്ദുത്വ വികാരത്തെ ഉണർത്തി ഞാൻ ഹിന്ദുക്കളുടെ എല്ലാം പേറ്റന്റ് എടുത്തിരിക്കുന്ന ഒരാളാണെന്നും ഞാൻ ഹിന്ദുക്കൾക്ക് വേണ്ടി എല്ലാ കാലവും നിലകൊള്ളുന്ന ഒരാളാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് സുരേഷ് ഗോപി നടത്തിക്കൊണ്ടിരുന്നത്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് സുരേഷ് ഗോപിയുടെ ഓരോ നടത്തത്തിലും ഭാവത്തിലും എല്ലാം നമുക്ക് അത് കാണാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. തന്നെയുമല്ല, സുരേഷ് ഗോപിയെ സംബന്ധിച്ച് നമുക്കറിയാവുന്ന വേറൊരു കാര്യം, സുരേഷ് ഗോപിക്ക് ഒരു മാടമ്പിത്തരമുണ്ട്. എന്ന് വെച്ചാൽ ആരും ഉപദ്രവിക്കുക എന്നുള്ളതല്ല, ഒരു മാടമ്പി, ഞാൻ ഇവിടുത്തെ ഒരു ഫാസിസത്തിൻ്റെ ഭാഗമായി നടക്കുന്ന ഒരാളാണ്, ഞാനൊരു രാജാവാണ്, എൻ്റെ മുന്നിൽ ആരും വന്നുപെടാൻ പാടില്ല, ഞാൻ അങ്ങനെയുള്ള ഒരു വലിയ ശക്തനായ നേതാവെന്ന് മാത്രമല്ല, ഞാനിപ്പം മഹാരാജാവ് കൂടിയാണ് എന്നുള്ള തരത്തിൽ നമുക്കറിയാം. ഏറ്റവും ഒടുവിൽ ഇവിടുത്തെ നേരിട്ട് BJPക്ക് ഇടപെട്ടുകൊണ്ട് കലിംഗ് സംവാദം നിർത്തേണ്ടി വന്നില്ലേ? എന്തുകൊണ്ടാണ് കലിംഗ് സംവാദം നിർത്തേണ്ടി വന്നത്? അത് BJPക്ക് ഗുണകരമല്ല, മറിച്ച് ദോഷമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് BJPക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നത്. കലിംഗ് സംവാദവുമായി ഇരിക്കുന്ന സമയത്ത് തൻ്റെ മുന്നിൽ അപേക്ഷയുമായി പരാതിയുമായി വരുന്നവരെ കണ്ട ഭാവം നടിക്കില്ല. ഒരു കലിങ്കിൽ വന്നിരിക്കുന്നു, പിന്നിൽ കുടയും പിടിച്ചുകൊണ്ട് കുറച്ച് പേരിയ്ക്കുന്നു, ബാക്കിയുള്ള ആളുകൾ പൊതുജനം എന്ന് പറയുന്ന കഴുതകൾ അവിടെ നിരന്നിരിക്കുകയാണ് മുന്നിൽ. അവർക്ക് കുടയില്ല, മഴ പെയ്താൽ കയറി നിൽക്കാൻ ഒരിടവുമില്ല, അവരവിടെ നിന്നുകൊണ്ട് അവർ കാര്യങ്ങൾ പറയുന്നു. അതിനിടയിൽ ഒരു പരാതിക്കാരനായ ഒരു പാവപ്പെട്ട മനുഷ്യൻ കൊണ്ടുവന്ന് പരാതി കൊടുക്കുമ്പോൾ അത് വായിച്ചു പോലും നോക്കാതെ നിങ്ങളുടെ മന്ത്രിയാണ് അത് ചെയ്യേണ്ടത്, ഞാനിവിടെ രാജ്യത്തിൻ്റെ മന്ത്രിയാണ് എന്ന് പറയുന്നു. സംസ്ഥാനത്തിൻ്റെ വകുപ്പ് മന്ത്രിയോടാണ് നിങ്ങളിത് പറയേണ്ടത് എന്ന് പറഞ്ഞ് ആട്ടിയിറക്കി വിടുന്ന ഒരു സമീപനത്തിലേക്ക്, ധാർഷ്ട്യത്തിലേക്ക് പോയ ഒരു നേതാവുണ്ടെങ്കിൽ ആ നേതാവിൻ്റെ പേര് സുരേഷ് ഗോപിയൻ തന്നെയല്ലേ? ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, നിരവധിയായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ എങ്ങനെയാണ് തൃശ്ശൂരിൽ നിന്ന് സുരേഷ് ഗോപി ജയിച്ചത് എന്നുള്ളത് നമുക്കറിയാം. ഇവിടെ പാറമേക്കാവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി ആ പൂരത്തിൽ കലങ്ങി ആ സ്ഥലത്തേക്ക് വന്ന് ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട്. ഒരു വാഹനങ്ങൾക്കും പ്രവേശനമില്ലാതിരുന്ന ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപിയെ ആംബുലൻസിൽ അവിടെ എത്തി തൻ്റേതാക്കി മാറ്റാൻ ശ്രമിച്ചു. അവിടെയും അതിൽ നിന്ന് കിട്ടുന്ന ബൈ പ്രോഡക്റ്റ് സ്വാംശീകരിക്കാൻ വേണ്ടി സുരേഷ് ഗോപി അവിടെ എത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞ എന്താ, ഞാൻ അങ്ങനെയല്ല ചെയ്തത്, ഞാൻ ആംബുലൻസിലല്ല വന്നത്, ഞാൻ അവിടെ തൃശ്ശൂർ സംസ്ഥാന അധ്യക്ഷൻ്റെ കാറിലാണ് വന്നത് എന്ന് പച്ച നുണ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞതാ കൊണ്ട് CBI അന്വേഷിക്കട്ടെ എന്ന്. ആരുടെ CBIക്ക് അന്വേഷണം വിടൂ എന്നാണ് സുരേഷ് ഗോപി വെല്ലുവിളിക്കുന്നത്. പക്ഷേ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം സുരേഷ് ഗോപി എങ്ങനെയാണ് അവിടേക്ക് വന്നിറങ്ങുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരു നേതാവ് ഇന്ന് കേന്ദ്രമന്ത്രിയായിരിക്കുന്നു. ഈ കേന്ദ്രമന്ത്രി ആയിട്ട് തൃശ്ശൂരിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ പ്രത്യേകിച്ച് ആർക്കെങ്കിലും പ്രയോജനമുണ്ടോ? സംസ്ഥാനത്തിന് പ്രയോജനമുണ്ടോ? ഒന്നുമില്ല. ഒരു കേന്ദ്രമന്ത്രി നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ തീർച്ചയായും അത് ഇന്ന ജില്ലയെന്നില്ല, ഇന്ന മണ്ഡലമെന്നില്ല, നമ്മുടെ സംസ്ഥാനത്തിന് ഗുണം ഉണ്ടാവണം.
ഇപ്പം നമുക്കറിയാം 2 വർഷം ആകാൻ പോകുന്നു നമ്മുടെ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായിട്ട്. എവിടെ കേന്ദ്ര സഹായം? എവിടെയാണ് കേന്ദ്ര സഹായം കിടക്കുന്നത്? സുരേഷ് ഗോപിയും പിന്നെ അതോടൊപ്പം പ്രധാനമന്ത്രിയെ അനുഗമിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്നല്ലോ. അവിടെ ഈ ദുരന്ത സ്ഥലം സന്ദർശിക്കാൻ ഇറങ്ങുന്ന ടൂറിസ്റ്റുകളെ പോലെ വന്നിരുന്നല്ലോ. എന്നിട്ട് എന്ത് കിട്ടി? നമുക്ക് ഒന്നും കിട്ടിയിട്ടില്ല. ഇതാണ് പറയുന്നത്. സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ മതത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു മാടമ്പിത്തരമുള്ള ഫാസിസ്റ്റായ ഒരു നേതാവായിട്ടായിരിക്കാം ഒരുപക്ഷേ നാളെ ലോകം കാണുന്നത്. അതുകൊണ്ട് എന്തായാലും ഈ ഹർജിയിൽ സുരേഷ് ഗോപിക്ക് വലിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുന്നു എന്നുള്ള കാര്യം നമുക്കിവിടെ ഉറപ്പിച്ച് പറയാൻ കഴിയും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.